വന്നിരുന്നു നബിയെ. വല്ലാത്ത സങ്കടത്തിലാ നബിയെ. ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. ആട്ടുകല്ല് പിടിച്ചിട്ട്, കൈകൊണ്ട് മാവ് പൊടിക്കുന്ന കല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. വല്ലാത്ത പ്രയാസത്തിലാണ്. ഫാത്തിമയുടെ ചരിത്രം ഇങ്ങനെ ആയിഷ ബീബി പറഞ്ഞു കൊടുത്തു. ഒരടിമയെ കൊടുക്ക് നബിയെ, പൊന്നുമോൾക്കൊരടിമയെ കൊടുക്ക് നബിയെ. അള്ളാന്റെ റസൂലിനോട് ആയിഷ ബീബി ഫാത്തിമ ബീബി എന്ന മകളെ കുറിച്ച് പറയുമ്പോ നിബിതങ്ങൾ ചാടി എഴുന്നേറ്റു. അള്ളാന്റെ റസൂല് ചാടി എഴുന്നേറ്റു. എനിക്കെന്റെ ഫാത്തിമയെ കാണണം, എനിക്കെന്റെ പൊന്നുമോളെ കാണണം. ആയിഷ ബീബി പറഞ്ഞു നബിയേ, ഒരുപാട് താമസിച്ചു നബിയേ, ഒരുപാട് രാത്രിയായി നബിയേ, നേരം വെളുത്തിട്ട് പോകാൻ നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു ഇല്ല, എനിക്കെന്റെ ഫാത്തിമയെ കാണണം, എനിക്കെന്റെ പൊന്നുമോളെ കാണണം. അള്ളാഹുവിന്റെ പ്രവാചകനാ പാതിരാത്രിയിൽ തന്നെ ഇറങ്ങിയടോ. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന നബിതങ്ങള് പൊന്നാര മകള് കരഞ്ഞും